Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷോമിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയ Redmi Note 9 Pro ആണ്. അപ്പോൾ ഷോമി രണ്ട് പ്രൊഡക്ട്സ് ആണ് അനൗൺസ് ചെയ്തത്. Redmi Note 9 Pro Note 9 Pro Max ആണ് രണ്ട് വേരിയന്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് Redmi Note 9 Pro ആണ്. അപ്പോൾ ഇതിൽ Qualcomm Snapdragon 720G ആണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറാസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. ഗ്ലേഷ്യർ വൈറ്റ്, ഇൻഡസ്റ്റെല്ല ബ്ലാക്ക്, പിന്നെ അറോറ ബ്ലൂ വേരിയൻറ്റ്, അങ്ങനെ 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. 2 വേരിയൻസ് ആണ്, 4GB റാമും 6GB റാമുമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് വേരിയൻ്റാണ്. നമുക്ക് കാണാം ഗ്ലേഷ്യർ വൈറ്റ് എന്ന് എഴുതിയത് കാണാം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാൾകോമിലെ സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സർ, 48 മെഗാപിക്സൽ AI ക്വാഡ് ക്യാമറാസ്, ഡോട്ട് ഡിസ്പ്ലേ, ഫുൾ HD+, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 6 സപ്പോർട്ട്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, നാവിക് സാറ്റലൈറ്റ് നാവിഗേഷൻ ഉണ്ട്, ടൈപ്പ് സി ആണ്, UFS 2.1 ആണ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറാസ് ആണ്, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാപിക്സൽ മാക്രോ സെൻസറും ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിംഗ് കൊണ്ട് ഡ്യുവൽ വോൾട്ടേജ് വിത്ത് വോയിസ് ഓവർ വൈഫൈയും സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് സ്പെസിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്നത് ചെറിയൊരു ബോക്സാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിനകത്തൊരു സിം ഇജക്റ്റ് പിൻ കാണാം, പിന്നെ ഒരു കേസ് കാണാം, റെഗുലർ TPU കേസാണ് വരുന്നത്, പിന്നെ ഒരു മാനുവലും കൂടി ഇൻക്ലൂഡറാണ്. അപ്പോൾ മാനുവൽ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. സാർ വാല്യൂ പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ നമുക്ക് സാർ വാല്യൂ ഇതിനകത്ത് ഇൻക്ലൂഡർ ആണോ എന്നും കൂടി നോക്കാം. ഇതിൽ ഡുവൽ സിം കാർഡ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പിന്നെ നമുക്ക് സാർ വാല്യൂ ഇതെവിടെ കാണാം. ഹെഡ് സാറ് 0.898, ബോഡി സാറ് 0.43 ആണ് വരുന്നത്. ഇന്ത്യൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1.6 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ 0.89ഉം 0.43 ആണ് സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോണാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഫോണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഗ്ലേഷ്യർ വൈറ്റ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. ബാക്കി എന്തൊക്കെയാണ് വരുന്നതും കൂടി നോക്കാം. ബോക്സിനകത്ത് ഒരു ചാർജറാണ് വരുന്നത്. അപ്പോൾ ഇതൊരു 18 വാട്ട് ചാർജറാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് വോൾട്ടേജ് റേറ്റിംഗ് ഒന്ന് നോക്കാം. 12 വോൾട്ട് 1.5 ആംപിയറാണ് മാക്സിമം വരുന്നത്. പിന്നെ 9 വോൾട്ട് 2 ആംപിയർ, അതായത് 18 വാട്ട് ചാർജറാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 33 വാട്ടില്ല, ഇതിനകത്ത് 18 വാട്ടേ സപ്പോർട്ടഡ് ഉള്ളൂ. പിന്നെ ഒരു USB Type C കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് Redmi Note 9 Pro. ഇതിനകത്ത് വരുന്നത് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും, ഡിസ്പ്ലേ ക്വാളിറ്റി IPS LCD ആണ്. 90 ഹെർട്സ് ഒന്നല്ല, സാധാരണ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പലരും ചോദിക്കേണ്ടത് ഇതിന് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇതിനകത്ത് റെഗുലർ 60 ഹെർട്സ് റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ, 90 ഹെർട്സ് ഇല്ല. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത് ഇതാണ് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ട് ഉണ്ട്. ക്യാമറ യൂണിറ്റിനും ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ട്. ബാക്ക് പാനൽ ഗ്ലാസ് ആണ്, ഇതിനും ഗോറില്ല ഗ്ലാസ് 5. പിന്നെ നമ്മുടെ ഗ്ലാസിനും ഫ്രണ്ട് ഡിസ്പ്ലേനും ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ഇവിടെ ഒരു പഞ്ച് ഹോൾ ക്യാമറ കാണാൻ നിങ്ങൾക്ക്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് Android 10 ആണ് വരുന്നത്. അപ്പോൾ MIUI നമുക്ക് കാണാം, MIUI 11 ആണ്, ഗ്ലോബൽ വേരിയൻ്റ് ആണ്, Android 10 ആണ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ വരുന്നത്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ നമ്മൾ സാധാരണ ഷോമി സ്മാർട്ട് ഫോണിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ഡാർക്ക് മോഡ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇതിലും കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഷോമി സ്മാർട്ട് ഫോണിലെ പോലെ തന്നെ ഇതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും തന്നെ സോഫ്റ്റ്വെയർ സൈഡിലില്ല. ഇനി ഇതിൻ്റെ ക്യാമറ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യാമറയിലാണ് 48 മെഗാപിക്സൽ ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊരു പുതിയ സെൻസറാണ്, സാംസങ്ങിൻ്റെ GM2 സെൻസറാണ്. GM1 നമ്മൾ കണ്ടായിരുന്നു, ഇതിൽ വരുന്നത് GM2 സെൻസറാണ്, 48 മെഗാപിക്സൽ സെൻസറാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഡെപ്ത് സെൻസറും എല്ലാം തന്നെ ഇൻക്ലൂഡഡാണ്. മാക്രോ സെൻസറുണ്ട്, പിന്നെ സെൽഫി ക്യാമറയുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ കുറച്ച് ക്യാമറ സാമ്പിൾസ് നമ്മൾ ഇതിനോടൊപ്പം കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് Redmi Note 9 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡായ വീഡിയോ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇൻക്ലൂഡഡാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 1.5-2 ദിവസമൊക്കെ ഈസിലി നമുക്ക് ലാസ്റ്റ് ചെയ്യും. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹെവിയാണ് ഡിവൈസ്, പ്രത്യേകിച്ച് ഗ്ലാസ് ഫിനിഷും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ഹെവിയാണ് ഡിവൈസ്. നമുക്ക് ആക്ച്വലി അത് ഫീൽ ചെയ്യാം ഹെവിയാണെന്നുള്ളത്.
അപ്പോൾ അതായിരുന്നു ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയായിരുന്നു റെഡ്മി നോട്ട് 9 പ്രോൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.